ഒരു പെറ്റമ്മയുടെ സങ്കടമാ. ഒരമ്മയ്ക്കും 15 മാസമായിട്ട് ഉറങ്ങുന്നത്. എൻ്റെ മോക്ക് എന്തോ പറ്റി? ഒരിക്കലും ചെയ്യത്തില്ലെന്ന് എനിക്ക് പൂർണ്ണമായിട്ട് ഉറപ്പാണ്, വിശ്വാസമാണ്. എൻ്റെ മോൾക്ക് എന്തോ പറ്റിയെന്ന് എനിക്കറിയത്തില്ല. 15 മാസമായിട്ട് കിണറ്റി ചാടി മരിച്ചെന്നാണ് അവർ കണ്ടെത്തിയത്. എനിക്കത് ദുരൂഹതയാണ്. 30-ാം തീയതിയും കൂടെ എൻ്റെ മോൾ എന്നോട് സംസാരിച്ചതാണ്. എല്ലാം കഴിഞ്ഞവർ മോർച്ചറി കൊണ്ടുവച്ചിട്ടാണ് എന്നെ അറിയിക്കുന്നത്. എന്തുകൊണ്ട് നേരത്തെ ചാടിയെന്നായാലുള്ള വിവരമായാലും എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല, അല്ലെങ്കിൽ മരിച്ചെന്നും പറഞ്ഞ് ഞങ്ങളെ അറിയിച്ചില്ല? എൻ്റെ വിശ്വാസമാണ്. അതേപോലെയാണ് എൻ്റെ മോൾ. എൻ്റെ മോളില്ലാത്ത ലോകത്ത് എനിക്കൊരു ജീവിതവും ഇല്ല. അത്രമാത്രം സങ്കടപ്പെട്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ മോളെ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യത്തില്ല. 27 വയസ്സാണ് എൻ്റെ മോക്ക്. ആ മോളെ ഞാൻ ചെല്ലത്തി വളർത്തിയ ഒരു കൂട്ടുകാരെ പോലെ, അല്ലാതെ ഒരു അമ്മ മോളെന്നുള്ള ഒരു ഇതിലുമല്ല. അതുകൊണ്ട് എനിക്കുറപ്പാണ്, ഞാൻ വിശ്വാസമാണ്. സ്ഥലം കിഴക്കേക്കല്ലട. എൻ്റെ മോള് തുഷാര ഈ കൊട്ടാരക്കര വാളകത്ത് പൊടിയാട്ടുകളായിരുന്നു വീട്ടിലാണ് വിവാഹം കഴിച്ചയച്ചത്. 2022 മെയ് 8-ാം തീയതി ആയിരുന്നു വിവാഹം. ഡിസംബർ 30-ാം തീയതി ഞാനും എൻ്റെ മോളുമായിട്ട് സംസാരിക്കും. എല്ലാ ദിവസവും അങ്ങനെ സംസാരിക്കും. എൻ്റെ ഒരു വിളി കേൾക്കാതെ മോളും, മോളുടെ ഒരു വിളി കേൾക്കാതെ ഞാനും ഉറങ്ങിയിട്ടില്ല. അങ്ങനെ ഈ 30-ാം തീയതി, അതായത് 2023 ഡിസംബർ 30-ാം തീയതി 8:30-നും 9:00-നും ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ച്. അന്നേരം മോള് ലാസ്റ്റ് എന്നോട് പറഞ്ഞ് നിർത്തിയത്, അമ്മേ അച്ഛന് സുഖമുണ്ടോ? അച്ഛന് സുഖമില്ലായിരുന്നു. അച്ഛന് സുഖമുണ്ടോ അമ്മേ? പിന്നെ ഞാൻ രാവിലെ വിളിച്ചോളാം. ശരി അമ്മയെന്ന് പറയുമ്പോൾ മരുമോൻ ചോറ് ചോദിക്കുന്ന സൗണ്ട് ഞാൻ ഫോണിൽ കൂടെ കേട്ടു. അത്രയും പറഞ്ഞ് അവൾ കട്ട് ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ 7 മണി കഴിഞ്ഞ് എന്നും വിളിക്കുന്നതാണ്. 7 മണി കഴിഞ്ഞ് 9 മണി വരെ ഞാൻ കാത്ത് കോള് വരാഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിച്ചപ്പോൾ അത് പ്രതികരിക്കുന്നില്ല. പിന്നെ അപ്പോഴത്തേക്ക് ഞാൻ ഒന്നും കരുതിയില്ല. അന്ന് ഞായറാഴ്ച ആയിരുന്നല്ലോ, അങ്ങോട്ട് പോകാനേ എൻ്റെ കൂടി വണ്ടിക്കൂലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പോയില്ല. അങ്ങനെ 4 മണിയായപ്പോൾ എൻ്റെ ഭർത്താവിനെ, അതായത് അവിടെ അച്ഛനെ വിളിച്ചിട്ട് പറയുന്നു, മോള് തുഷാരയ്ക്ക് ഇതുപോലെ സുഖമില്ല, അവിടം വരെ വരാൻ ആരാ വിളിച്ചതെന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ 5 മണിയായി. 2-3 പ്രാവശ്യം കോൾ വന്നപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ആട്ടോ വിളിച്ചൊരു 5 മണിയായപ്പോൾ കൊട്ടാരക്കര വാളകത്ത് അവരുടെ വീട്ടിൽ ചെന്നു. പൊടിയാട്ടുവിളയെന്ന് പറയുന്ന വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് 6:30-7 മണിയോളം ആകുന്നു. അപ്പോൾ അവിടെ അങ്ങ് ആരെയും കണ്ടതുമില്ല. അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ മോളെ ഒന്നും കാണാത്തതുകൊണ്ട് ഞാൻ മുറ്റത്ത് ഇടുമ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ വട്ടം കൂടി വന്നപ്പോൾ എന്തോ എനിക്ക് തോന്നി. എന്നിട്ടും നമ്മൾ വേറൊന്നും എന്തി എൻ്റെ മോളെന്ന് പറഞ്ഞ് ഞാൻ എല്ലാവരോടും ഒരു 10-15 മിനിറ്റ് ഓടി നടന്ന് ചോദിച്ചിട്ട് അവരാരും ഒരക്ഷരം മിണ്ടില്ല. ആ ചുറ്റുപാടും എല്ലാവരുടെ ബന്ധുക്കാരും ഒരക്ഷരം മിണ്ടില്ല. ആ സമയത്ത് ഇതേപോലെ ഒരമ്മയ്ക്കും ഇങ്ങനെ വരരുത്. എനിക്ക് വിശ്വാസമാണ്, ഉറപ്പാണ്. അല്ലേ എൻ്റെ മോൾ എന്നെ രാവിലെ 7 മണിക്ക് എല്ലാ ദിവസവും വിളിക്കുന്നതാണ്. അന്ന് വിളിക്കാത്തപ്പോൾ എനിക്ക് രാത്രിക്ക് എന്തോ സംഭവിച്ചു. കാരണം ഈ വലത്തു ഭാഗത്തും ഒരുപാട് മുറിവുകളും എല്ലാം ഉണ്ട്. അന്നേരം ഈ വിളിച്ച സമയത്ത്, ആ 30-ാം തീയതി വിളിച്ച സമയത്ത് എൻ്റെ മോൾ എന്നോട് പറഞ്ഞു, അമ്മേ ഇതോണം എൻ്റെ 2 പവൻ്റെ സ്വർണം ലേലം പോകുന്നു ജനുവരി 6-ാം തീയതി എന്ന് മോള് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനെ ചൊല്ലിയൊക്കെ അവിടെ സംസാരമോ ശനിയാഴ്ച ദിവസം എന്തോ സംസാരം ഉണ്ടായിട്ടുണ്ടെന്ന് നമ്മളിപ്പോൾ വിശ്വസിക്കുന്നു. നിരന്തരം എന്തോ പൈസയും ചൊല്ലിയും സ്ത്രീധനത്തെ ചൊല്ലിയൊക്കെ, സ്ത്രീധനം എല്ലാം കൊടുത്ത് 2 ലക്ഷം രൂപയും എല്ലാം കൊടുത്ത് ഇനി എന്ത് വേണമെങ്കിലും കൊടുക്കാനും ഞങ്ങൾക്ക് മനസ്സായിരുന്നു. പക്ഷേ ഈ ഒരു ദുരന്തം ഇതുപോലെ ഒരാൾക്കും വരരുത്. ഈ 14 മാസം കഴിഞ്ഞ് ഞാൻ ഇതുവരെ മനസ്സിലാക്കിയിട്ട് എൻ്റെ മോക്ക് എന്തോ സംഭവിച്ചത്. അതിൻ്റെ മുകളിൽ ഉന്നത ആൾക്കാരുടെ കൈവലം ഉണ്ടെന്ന് നല്ല രീതിക്ക് എനിക്കറിയാം സാർ. ഇത് പോലീസുകാർ വരെ അവനെ വിളിച്ച് ചോദ്യം ചെയ്തിട്ടില്ല. എന്നെ ഈ കണ്ട അടുത്തെല്ലാം കളക്ട്രേറ്റിലും അവിടെ ഇവിടെ എല്ലാം ഞാൻ വഴിനീളെ കൈനീട്ടി ഞാൻ പോയി, എല്ലായിടവും പോയി നോക്കിയിട്ട് എനിക്കൊരു നീതിയും കിട്ടില്ല. അതുകൊണ്ട് എൻ്റെ ഈ വാർത്ത, ഈ സങ്കടം കേൾക്കുന്ന എല്ലാ നാട്ടുകാരും, ഏതൊരു ഉദ്യോഗസ്ഥന്മാരായാലും എന്ത് മുകളിലുള്ള ആരായാലും ശരി തന്നെ എനിക്കിതിന് നീതി കണ്ടെത്തി ന്യായം കണ്ടുപിടിച്ച് തരണം. പോലീസ് സ്റ്റേഷനിൽ ചോദിച്ചിട്ട് അവരുടെ വീട്ടിൽ ചെന്ന ഉടനെ അവരെന്നെ പോലീസിനെ കണ്ടു. അതായത് എൻ്റെ മോക്ക് വേണ്ടിയിട്ട് ഞാൻ അവളുടെ പേരിലൂടെ അവരുടെ മരണശേഷം എഴുതി വെച്ച്. ഞാൻ ചെയ്ത ഒരേ ഒരു തെറ്റേ ഉള്ളൂ. പല പ്രാവശ്യവും മോളിത് പറയുന്ന ഉടനെ മോളെ ജീവിതങ്ങളല്ലേ എന്ന് പറഞ്ഞ് ഞാനൊരു നിയമത്തിൻ്റെ മുന്നിൽ പോയൊരു കേസ് കൊടുത്തിരുന്ന ഇന്ന് എനിക്ക് ഇതിൻ്റെ ഗതി വരുത്തില്ലായിരുന്നു. അപ്പം ലാസ്റ്റ് അത് തെളിവുകളൊന്നും ഇല്ലെന്നും പറഞ്ഞ് അവർ കേസ് മടക്കി. അങ്ങനെ ഞാൻ ഇങ്ങനെയൊരു ഇതിന് ഇറങ്ങിത്തിരിച്ചത്. ഇനി ഒരമ്മയ്ക്കും ഒരു മകൾക്കും ഇങ്ങനെ സംഭവിക്കരുത്. എൻ്റെ മോളുടെ മുഖമെല്ലാം തകർത്തു. അതായത് എനിക്ക് നല്ല ഉറപ്പാക്കാം. അവൻ്റെ 3 വിരൽ, 2 ലിറ്റർ വെള്ളവും 2 കറിവേപ്പില ഇച്ചിരി ചോറും മാത്രമേ ഉള്ളൂ. അവൻ്റെ 3 വിരൽ, ഒരാൾ ഓർമ്മ കെടുമ്പോൾ ഒരാൾ വായി കൈയിടുന്ന വലത്തെ വേഗത്ത്, അതുവരെ പറഞ്ഞിട്ടും എൻ്റെ കണ്ണാലുള്ള പറച്ചിലേ ഉള്ളൂ. എൻ്റെ കയ്യിൽ തെളിവുകളില്ല. എൻ്റെ മക്കളൊന്നും പോയിട്ട് ഞാൻ വിട്ടില്ല. തൊഴുത് പറഞ്ഞ് നിയമം നമുക്ക് കണ്ടെത്തി തരുമെന്ന് പറഞ്ഞു. പക്ഷേ ആ നിയമം കണ്ടെത്തി തരുമെന്ന് തെറ്റായിപ്പോയി. എൻ്റെ മക്കൾ പോകാൻ ഞാൻ സമ്മതിക്കാതെ ഞാൻ കരഞ്ഞ് എൻ്റെ മോൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിനി നീയേ ഉള്ളെന്ന്. പകുതിക്ക് വരുമ്പോഴാണ് ഞാൻ അറിയുന്നത്
എൻ്റെ മോക്ക് ഇങ്ങനെ സംഭവിച്ചത്. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞില്ല. ആ വീടിനകം കട്ടിലും അവരുടെ ബെഡ്റൂമും, കാരണം അവൾ എന്താണ് വൃത്തി എങ്ങനെയാണ് അവൾ ചെയ്തൊതുക്കി വെക്കുന്നതെന്ന് ഉള്ളത് എനിക്ക് ആ കണ്ടപ്പോഴേ അറിയാം. അപ്പോഴത്തേക്ക് എൻ്റെ മാനസികമായിട്ട് എൻ്റെ എന്ത് പറയണം ഇനി എന്ത് ചെയ്യണമെന്നറിയാൻ വയ്യ. അതൊരു ലെവലില്ലാതെ മരവിച്ച് പോയി എൻ്റെ തല. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളും ക്ഷമിച്ചിരുന്നത്. ഇപ്പം എന്ന് പറഞ്ഞാൽ എന്നെ പോലെ തന്നെ ഒരു 10 അമ്മമാർ കൂടിയാൽ മതി ഇതിനൊരു നേര് കണ്ടെത്താം. എൻ്റെ ഈ തെളിവുകളില്ല, കൊടുത്തതിന് രേഖകളില്ല. അതാണ് ഞാൻ ഈ വഴിമുട്ടി നിൽക്കുന്നത്, ഈ ഒരവസ്ഥയിലായി നിൽക്കുന്നത്. പോലീസുകാരെന്ന് പറഞ്ഞാൽ ആ ഒരു റിപ്പോർട്ട് ഇപ്പോൾ തിരിച്ചു തന്ന തെളിവുകളില്ലെന്നും പറഞ്ഞാൽ അതിന് അവയവങ്ങളുടെ, ഞാൻ എപ്പോഴും ചോദിക്കാം അവയവങ്ങളുടെ എന്താ എനിക്ക് പറയേണ്ടതെന്നുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അതിൻ്റെ റിപ്പോർട്ടെല്ലാം മെഡിക്കൽ ഫോറൻസിക് വിഭാഗത്തിൽ അയച്ചിട്ട് അവരുടെ അടുത്ത് കയറി ഇറങ്ങുമ്പോഴെല്ലാം ഇന്ന് കിട്ടിയില്ല, ഇതുവരെ വന്നില്ല എന്നും പറഞ്ഞു. അതായത് ഒരു റിപ്പോർട്ടും പ്രകാരമാണ്. മോനെ വിളിച്ചിട്ട് പറഞ്ഞു ഇതിലെ ഇന്നതുപോലെ ഞങ്ങൾ പിന്നെ എഴുകോണ് വരും, പുനലൂരാണ് SP ഓഫീസിലാണ് നമ്മുടെ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടുള്ളത്. അന്നേരം മോൻ്റെ അടുത്ത് പറഞ്ഞു ഇത് ഉണക്ക് എഴുകോണ് വരും, ഇതിലെ ഇത് ഉണൊരു രജിസ്റ്റേർഡ് ഉണ്ട്, ഒപ്പിട്ട് മേടിക്കണമെന്ന് പറഞ്ഞ് പിന്നെ അടുത്തുനിന്ന് വിളിക്കുക, പുനലൂർ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുവാണെന്ന് പറഞ്ഞു. അങ്ങനെ മോൻ ഞങ്ങളോട് വിളിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ തിരക്കിയപ്പോൾ എന്തുവാന്ന് അറിയത്തില്ല. അപ്പോഴേ പറഞ്ഞ് കേസിൻ്റെ കാര്യത്തിന് കേസ് പിൻവലിക്കുവാന്നോ മറ്റൊന്നും പറഞ്ഞില്ല. ഞങ്ങളെ ചതിച്ച് ആ ഒപ്പിടിയിച്ച് ഞങ്ങളെ കൊണ്ട് അവിടെ ചെന്ന് ഒപ്പിടിയിച്ചത് ചതിയിലൂടെ. പിന്നീട് വായിച്ച് നമ്മൾ പുറത്ത് വന്നിട്ട് അല്ലെങ്കിൽ നേരിട്ട് വായിച്ച് നമ്മളോട് പറയണം. മരിക്കുന്ന സമയത്ത് എൻ്റെ മോക്ക് 9 മാസം പ്രായമുള്ള ഒരു പെൺകുഞ്ഞൂടുണ്ട്. ആ പെൺകുഞ്ഞിനെയും കൊണ്ട് ഓരമ്മമാരും ഒരു കുഞ്ഞിനെ മാറ്റി വെച്ചിട്ട് എന്ത് ദുരൂഹത വന്നാലും ആ കുഞ്ഞിനെയും കൊണ്ടേ എന്തുവാന്ന് വെച്ചാൽ ചെയ്യത്തുള്ളൂ. ആ കുഞ്ഞ് രക്ഷപ്പെട്ടാലോ ജീവിച്ചാലോ അതല്ല അവിടെ ചിന്തിക്കുന്നത്. ആ ഒരു പ്രതിസന്ധി സ്വന്തമായിട്ട് ചെയ്യുന്നെങ്കിൽ ആ കുഞ്ഞിനെയും കൊണ്ടേ ചെയ്യത്തുള്ളൂ. ആ കുഞ്ഞിനെ മാറ്റി വെച്ചിട്ട് ഒരാളും സ്വയരക്ഷയ്ക്ക് ഒരമ്മമാരും ചെയ്യത്തില്ല. ഒരമ്മയ്ക്കേ ആ ഒരു മനസ്സിലാവത്തുള്ളൂ, ആ ഒരു വേദന, ഒരമ്മയുടെ വേദന. ആ 9 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിനെ കിണറ്റിങ്കരെ വെച്ചിട്ട് കിണറ്റി ചാടിയെന്ന് പറഞ്ഞാൽ ഏത് ഒരു വ്യക്തികളാണ് അത് വിശ്വസിക്കുന്നത്? ഒരിക്കലും അത് ചെയ്യത്തില്ല. അതാണ് എനിക്ക് ഈ ദുരൂഹതയാണ് മരണത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കും. അപ്പോൾ ആ കുഞ്ഞിനെ നോക്കുന്നത് ഞാനാണ്. ആ കുഞ്ഞിന് ഇപ്പം 2 വയസ്സായിട്ടുണ്ട്. ആ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അടക്കത്തിന് വന്നിട്ടില്ല. കാരണം അവൻ്റെ കയ്യിൽ ഇന്ന് വരെയും കാണാനും വന്നിട്ട് അവൻ്റെ കയ്യിൽ കുറ്റമില്ലെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ കുറ്റമില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് പ്രശ്നമായാലും വരും. അവന് നേരെ നിന്ന് പറയാം. ഭർത്താവ് വന്നിട്ടില്ല, ഭർത്താവിൻ്റെ ആൾക്കാരും വന്നിട്ടില്ല. മരിച്ചതിന് ശേഷം തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എൻ്റെ മോൾക്ക് പറ്റിയ ദുരന്തം ആ കുഞ്ഞിന് വരാതിരിക്കാൻ വേണ്ടി ഞാൻ ജീവിച്ചിരിക്കുന്ന കാലവും അതിന് വേണ്ടുന്ന സംരക്ഷണവും കൊടുത്ത്, കാരണം ഞാൻ എൻ്റെ മകൾക്ക് എന്താണോ കൊടുത്തത് അത് തിരിച്ച് മേടിച്ച് എൻ്റെ ആ ഒരു രീതിക്ക് മുന്നേ അതിന് വേണ്ടുന്ന രീതിയിൽ അതിന് വേണ്ടുന്ന സന്നാഹങ്ങൾ ചെയ്തിരുന്നു. അപ്പോൾ ഇനിയിപ്പം ഈ കേസ് ഇതാക്കിയിട്ട് അവൻ കൊണ്ടുപോയ കൊച്ചിനെ കൊല്ലത്തില്ലെന്ന് എന്ത് ഉറപ്പ്? കൊന്നിരിക്കും. എൻ്റെ മോളെ കൊല്ലാമെങ്കിൽ അവൻ അതും കൊല്ലാം. എൻ്റെ കുഞ്ഞിൻ്റെ കാതെ കിടന്നത് വരെ വിറ്റിട്ടും പണയം വെച്ചിട്ടും പിന്നെ കാര്യങ്ങൾ സാധിച്ചെന്ന് പറഞ്ഞാൽ നാണക്കേടില്ല. 6 പവൻ്റെ സ്വർണം കൊടുത്തെന്ന് പറഞ്ഞാൽ സ്വർണം കൊടുത്തു തന്നെ. എനിക്ക് തെളിവുകളോ രേഖയൊന്നും നിരത്താനില്ല. ഇനി എന്ത് വേണേലും കൊടുക്കാനും ഇഷ്ടം. അങ്ങനെയുള്ള എൻ്റെ മോക്ക് വ്യക്തമായിട്ടറിയാം അവളെ ഞാൻ കൈ പിടിച്ച് കയറ്റുമെന്ന്. ഒരു കുഞ്ഞുണ്ടെങ്കിൽ ജീവിക്കാൻ വേണ്ടി എല്ലാവരും മുന്നോട്ട് തന്നെ നിൽക്കും. ആരും സ്വന്തമായിട്ട് ഒന്നും ചെയ്യത്തില്ല. തെളിവുകളില്ല, സാക്ഷികളില്ല എന്നും പറഞ്ഞും കൊണ്ട് ഈ കേസ് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങളെ കൊണ്ട് അവിടെ പുനലൂർ വിളിച്ച് ഒപ്പിടിയിച്ചത്. എൻ്റെ മോക്ക് നീതി കിട്ടണം. ഒരു പെറ്റതള്ളയുടെ ഒരു വേദനയാണ്. ഇതേപോലെ ഒരമ്മയ്ക്കും ഒരമ്മ പെൺമക്കൾക്കും വരരുത്. കാരണം കള്ളത്തിന് മറവ് പിടിച്ചാൽ ഇനിയും ഇത് തന്നെ ആവർത്തിക്കത്തുള്ളൂ. അതാണ് എനിക്കിപ്പോൾ ഈ മീഡിയയുടെ മുന്നിൽ ഞാൻ ഇതിന് വന്നത് തന്നെ. സമൂഹം അറിയാനാണ് ഞാൻ വന്നത്.